പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവും പരിപാലകനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സംഭവബഹുലമായ ഒരാഴ്ചവട്ട കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്ന് അനുഗ്രഹിച്ചതിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുതിയൊരാഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി, ആയുസ് തന്നു, ആരോഗ്യം തന്നു. അങ്ങ് ഞങ്ങളെ ജീവനോടെ ഭൂമുഖത്ത് ശേഷിപ്പിച്ചു. കർത്താവെ, ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈ ഒരാഴ്ചവട്ട കാലവും അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. ഇന്നത്തെ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി കർത്താവെ, ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആരാധന സാന്നിധ്യം കർത്താവ് ഏറ്റെടുക്കണമേ. കർത്താവെ, പ്രിയമക്കൾ എവിടെയായിരുന്നു കൊണ്ട് ഏത് സാഹചര്യങ്ങളിലൊക്കെ ആയിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവോ ആ സാഹചര്യങ്ങളിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന സാന്നിധ്യം കർത്താവ് ഏറ്റെടുക്കണമേ. ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ, അങ്ങ് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. മാനവും മഹത്വവും അങ്ങ് സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സൃഷ്ടികളുത്താൻ പുകഴ്ത്തുന്ന സൃഷ്ടാ
ഇന്നത്തേക്കായിട്ടുള്ള സങ്കീർത്തന ഭാഗം 19-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 19. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവുനൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയാനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുത്. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കായിട്ടുള്ള സുവിശേഷ ഭാഗം കൂടെ ശ്രദ്ധിക്കുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്ന്, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തെയും അതിന്റെ കോപത്തെയും ശാസിച്ചു. അപ്പോൾ അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ദൈവം ഈ സുവിശേഷ പാഠഭാഗങ്ങളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. സംഭവബഹുലമായ ഒരു ലോകത്തിൽ, പകർച്ചരോഗത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് നിറഞ്ഞതായ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായ ഒരു ലോകത്തിൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തി പുതിയൊരു പ്രഭാതം കൂടെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവെ പ്രഭാതം കാണുവാൻ, ഒരു പകൽക്കാലം കൂടെ ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, അങ്ങ് ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കാത്തു പരിപാലിച്ചതിനായി സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. യഹോവ എനിക്ക് ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയും കഴിക്കുമെന്ന് സങ്കീർത്തനങ്ങളിൽ ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുന്ന, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കായും ഉപകാരങ്ങൾക്കായും അനുഗ്രഹങ്ങൾക്കായും പ്രഭാതത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ
അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുതിയൊരാഴ്ചവട്ടത്തിൽ പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ ഒരാഴ്ചവട്ട കാലവും അങ്ങ് നിന്റെ മക്കളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അങ്ങ് അനുഗ്രഹിച്ച് കാത്തുപരിപാലിച്ച് അങ്ങ് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും നിന്റെ മക്കളോട് ഈ നാളുകളിൽ കൂടെ ഉണ്ടായിരുന്ന് അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, COVID-19 എന്ന പകർച്ചരോഗത്തിന്റെ പ്രയാസങ്ങൾ കാരണം ആലയത്തിൽ ഒരുമിച്ച് കൂടി ആ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം കഴിയാതായിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ ഓൺലൈൻ മീഡിയയിലൂടെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണം, ആരാധനയിൽ പങ്കാളികളായി ഞങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തി കാത്തു പരിപാലിക്കണമേ. കർത്താവെ, പ്രിയപ്പെട്ടവർ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ഇന്നത്തെ ആരാധനയിൽ പങ്കാളികളാകുന്നുവോ ആ സാഹചര്യങ്ങളിൽ കർത്താവ് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ ആവശ്യമായ എല്ലാവിധമായ നന്മകളും അങ്ങ് നൽകി അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആലയത്തെ അനുഗ്രഹിക്കണം. ആലയത്തിലുള്ള ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ നന്മകൾ അങ്ങ് നൽകണമേ. കർത്താവെ, ആരും ഈ നാളുകളിൽ ക്ഷീണിതരോ രോഗങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരുത്താതെ, ഭാരങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരുത്താതെ, ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സർവശക്തനായ ദൈവമേ അങ്ങ് നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ പകരണമേ. ശാരീരികമായി പലതരത്തിലുള്ളതായ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ ഭാരപ്പെട്ടുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടൊക്കെ ആയിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. അവരെ ശാരീരികമായുള്ള പ്രയാസങ്ങളിലൊക്കെ കർത്താവ് വിടുവിക്കണം. സുഖത്തോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ അങ്ങ് നിന്റെ മക്കളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ പകരണമേ. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അങ്ങ് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ ആ സൗഖ്യദായകനായ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മക്കൾ അവരുടെ ബലഹീനതകളിൽ അനുഭവിച്ചുകൊണ്ട്, പ്രയാസങ്ങളിൽ അനുഭവിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടുകളിൽ അനുഭവിച്ചുകൊണ്ട്, ഭാരങ്ങളിലും ക്ലേശങ്ങളിലും അവർ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ആശ്വാസത്തോടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് നിന്റെ മക്കളായിരിക്കാൻ സർവശക്തനായ ദൈവമേ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങ് അവരെ അനുഗ്രഹിക്കണം. ഭാരാരിഷ്ടതയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും അങ്ങ് ഈ നാളുകളിൽ അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിച്ച് വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരായ മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ യൗവന കാലഘട്ടം കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തന മേഖലകളെ കർത്താവ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. മാതാപിതാക്കൾ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ഉപജീവന മാർഗങ്ങളില്, ഭവനകാര്യങ്ങളില്, പ്രവർത്തനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ നിന്റെ മക്കളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തി കാത്തു പരിപാലിക്കണം. ആരും ഈ നാളുകളിൽ കഷ്ടതകളോ പട്ടിണിയോ ബുദ്ധിമുട്ടുകളോ ദാരിദ്ര്യമോ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടവരുത്താതെ വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങളിലൂടെ ആയിരിക്കുന്ന എല്ലാവരും അവരുടെ ഉപജീവന മാർഗങ്ങളിലൂടെ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമേ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി കാര്യങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ഔദ്യോഗിക മേഖലകളിലെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത് വഴി നടത്തി കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഉപജീവന മാർഗങ്ങളിലൂടെ ഏർപ്പെട്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർ ഭവനം ഒക്കെ വിട്ട് അവരുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ട് വിദേശങ്ങളിൽ ഉപജീവന മാർഗങ്ങൾക്കായിട്ട് അവർ പോയിരിക്കുമ്പോൾ അവരവരുടെ ഉള്ളതായ കഷ്ടപ്പാടുകള്, ഉപജീവന മാർഗങ്ങള് അതെല്ലാം കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് അവരുടെ ഉപജീവന മാർഗങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ ദൈവമേ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, COVID-19 പകർച്ചരോഗത്തിന്റെ പ്രയാസങ്ങളാല് ഭാരപ്പെട്ടുകൊണ്ട് കഴിയുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ചിട്ടുള്ള അനേകരുണ്ട്. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിനങ്ങളില് യാതൊരു തരത്തിലുള്ള ക്ഷീണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. രോഗികളായിട്ട് കഴിയുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും ലഭിക്കണമേ.
അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരായി, നേഴ്സുമാരായി, ആരോഗ്യ പ്രവർത്തകരായി, മറ്റു വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിലൂടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അവരെയും കർത്താവ് കാത്തു പരിപാലിക്കണം. ശരിയായ രീതിയിലുള്ളതായ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ നിന്റെ മക്കൾക്ക് നാളുകളിലായിരിക്കാൻ ദൈവമേ അവരെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ ഓർക്കുന്നു. ദേശത്ത് പാർക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ദേശത്ത് പാർത്ത് നന്മകൾ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് കുടുംബങ്ങളായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊക്കെ ആയിരിക്കാൻ ദൈവമേ ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമായ അനുഗ്രഹങ്ങൾ അങ്ങ് ഈ നാളുകളിൽ നൽകി അങ്ങ് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിനായിട്ട്, ഭരണാധികാരികൾക്കായിട്ട്, രാജ്യത്തിനായിട്ട്, ഭരണാധികാരികൾക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ അനുഗ്രഹിക്കണം. ഭരണാധികാരികളിലൂടെ അതാത് സമയങ്ങളിൽ തക്കതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഭരണകാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ തക്കവണ്ണം കർത്താവെ അവരെയും അങ്ങ് ഒരുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ നന്മകൾ അങ്ങ് നിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ച് അങ്ങ് നിന്റെ മക്കളെ കാത്തു പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നാളുകളിൽ വിദ്യാഭ്യാസ മേഖലകളിലൂടെ ആയിരിക്കും ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ മുഖാന്തരങ്ങളിലൂടെ സ്കൂളുകൾ, കോളേജുകൾ, കർത്താവ് ക്ലാസുകൾ നടത്തപ്പെടുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളില്ലാത്ത കാരണങ്ങളാൽ ഓൺലൈൻ മീഡിയയിലൂടെ ഈ നാളുകളിൽ വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ അനുഗ്രഹിക്കണം. അവരുടെ വിദ്യാഭ്യാസങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. പഠിച്ചു മിടുക്കരായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ ദൈവമേ ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണമേ. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തി കാത്ത് പരിപാലിക്കണം. കർത്താവ്, ഏത് മുഖാന്തരങ്ങളിലൂടെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നുവോ ആ സാഹചര്യങ്ങളിൽ അവർ പഠിച്ചു മിടുക്കരാകുവാൻ ദൈവമേ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ശരിയായ രീതിയിലുള്ളതായ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുവാൻ തക്കമുള്ളതായ മുഖാന്തരങ്ങൾ മാതാപിതാക്കൾക്ക് നൽകി അവരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ നല്ലൊരു തലമുറ ഞങ്ങൾക്ക് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ കർത്താവെ വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ അവരെ അനുഗ്രഹിക്കണം. നൽകിയിരിക്കുന്ന പുതിയ വയസ്സ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, പുതിയ വർഷം അനുഗ്രഹിച്ച് നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊക്കെ ആയിരിക്കാൻ കർത്താവെ ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുടുംബങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് അവരെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപ നിന്റെ മക്കളോടും കൂടെ ഉണ്ടായിരുന്ന് വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ കർത്താവെ അനുഗ്രഹങ്ങളാലും നന്മകളാലും കർത്താവിൽ നിറയപ്പെട്ടുകൊണ്ട് ദീർഘായുസോടെ പുതിയ വർഷം, പുതിയ തുടർന്നുള്ളതായ ദിനങ്ങളിൽ അവർ ആയിരിക്കാൻ ദൈവമേ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്ന് അനുഗ്രഹിച്ച് അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുന്ന എല്ലാ നല്ല കൃപയ്ക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറയ്ക്കണമേ. ആലയത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമേ ഇടവരുത്തണമേ. ആലയത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഈ നാളുകളിൽ സഹായിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ദൈവമേ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണം. ഇരട്ടിയായുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും നൽകി അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നിന്റെ മക്കൾ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. മാനവും മഹത്വവും സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. ആ വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ളതായ നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ ദിവസം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്നത് സൃഷ്ടി ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. സൃഷ്ടി ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളത്
അതിനോടനുബന്ധിച്ചുള്ളതായ സുവിശേഷ ഭാഗവും സങ്കീർത്തനവുമാണ് നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. പഴയ നിയമഭാഗം സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 31 വരെയും, ലേഖനഭാഗം വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളുമാണ് പഴയ നിയമത്തിലൂടെയും ലേഖനഭാഗങ്ങളിലൂടെയും ചിന്തയ്ക്കാധാരമായി നൽകിയിരിക്കുന്ന പാഠഭാഗങ്ങൾ. തിരുവചനത്തിലേക്ക് നാം കടന്നു വരുന്നതായ സന്ദർഭത്തിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി, വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവിക സൃഷ്ടി, ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്, അവയെ സംരക്ഷിക്കുന്നത്, അവയെ പരിപാലിക്കുന്നത്, അവയുടെ നിലനിൽപ്പ്, ഇതെല്ലാം തന്നെ വേദപുസ്തകത്തിലൂടെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് ചുറ്റുപാടുകളിലൂടെ നാം കാണുന്നതായ സൃഷ്ടിജാലങ്ങളിലൂടെ ഒക്കെ ദൈവത്തിന്റെ കരസ്പർശം, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യം നമുക്ക് വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനും തക്കവണ്ണം കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് സൃഷ്ടികളുടെ നിലനിൽപ്പിനെ, അല്ലെങ്കിൽ സൃഷ്ടിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായ തരത്തിൽ അവയെ ചൂഷണം ചെയ്യുന്ന, സൃഷ്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരനുഭവം നമുക്കിന്ന് പ്രകൃതിയിലൂടെ നമുക്കിന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്രകാരം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ കാരണങ്ങളാൽ വരൾച്ച, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ആഗോളതാപനം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുക, അതിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരുന്നതായ അനേകം സാഹചര്യങ്ങൾ നമുക്ക് ലോകത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇങ്ങനെ ഉള്ളതായ ഒരു സാഹചര്യം നമുക്ക് പ്രകൃതിയിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുമ്പോൾ സൃഷ്ടിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ അതിന്റെ പിഴവുകളെ, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ മനുഷ്യരുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടി എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നത്, വർണ്ണിക്കുന്നത് എന്നുള്ളത് നാം വായിച്ചു കേട്ടതായ സങ്കീർത്തനത്തിലൂടെയും സുവിശേഷ വാക്യങ്ങളിലൂടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളത് ചുരുക്കമായി ചില കാര്യങ്ങളിലൂടെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ സങ്കീർത്തനം നമുക്ക് വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. സൃഷ്ടിയിൽ ദൈവം മഹത്വം വെളിപ്പെടുത്തുന്ന വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 19-ാം സങ്കീർത്തനം എന്നുള്ളത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ 19-ാം സങ്കീർത്തനത്തിന്റെ ആരംഭ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഒന്നാമതായിട്ട് ആകാശം ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. ആകാശം ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഒന്നാമത്തേതും പ്രഭാപൂർണവുമായ ഒന്നാണ് ആകാശം. സൃഷ്ടികളിൽ ഏറ്റവും ഒന്നാമത്തേതും പ്രഭാപൂർണവുമായ ഒന്നാണ് ആകാശം. ഈ ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളെ അതിൻ്റെതായ ചിട്ടയോടുകൂടെ സൃഷ്ടിതാവായ ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. പകൽ പ്രകാശം നൽകുന്നതിന് വേണ്ടി ദൈവം സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. രാത്രിയിൽ വെളിച്ചം നൽകുന്നതിന് വേണ്ടി ദൈവം ചന്ദ്രനെ അതിൽ സ്ഥാപിച്ചിരിക്കുന്നു. വായുമണ്ഡലം, ഇങ്ങനെ തുടങ്ങി അനേകം പ്രതിഭാസങ്ങൾ നിറഞ്ഞ ഒരു വ്യവസ്ഥിതിയാണ് നമുക്ക് ആകാശ മണ്ഡലത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം, അറിയുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ സൃഷ്ടി അല്ലെങ്കിൽ ഈ സൃഷ്ടിച്ചിരിക്കുന്നതായ ആ ഒരു ക്രമം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ, ആകാശം, വായുമണ്ഡലം, സൂര്യൻ, ചന്ദ്രൻ, ഇവകളിലൂടെ ഒക്കെ അതിൻ്റെതായ സമയങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തെ അവ പ്രകീർത്തിക്കുന്നു, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ നോക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളത് സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ചിന്തകളിലൂടെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 19-ാം സങ്കീർത്തനം അതിന്റെ ആദ്യത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം തന്നെ കാണുവാനായിട്ട് കഴിയുന്നത് ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എപ്രകാരമാണ് ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നത് എന്നുള്ളതും ആ വാക്യത്തിന്റെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഇങ്ങനെ ഉള്ളതായ ആ ഒരു ചിന്തയിലൂടെ സങ്കീർത്തനക്കാരനായ ദാവീദ് അവിടെ
ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്നുള്ളതായ ചിന്തയ്ക്ക് സമാനമായുള്ള, അല്ലെങ്കിൽ ആ ഭാഗത്തിന് സമാനമായുള്ളതായ ഒരു സംഭവം സുവിശേഷ പാഠഭാഗത്തിൽ നമുക്ക് സന്ദർഭത്തിൽ യേശു കർത്താവ് ആ പടകിൽ യാത്ര ചെയ്തു പോകുമ്പോൾ തനിക്ക് നിദ്ര വന്ന് ഉറക്കം വന്ന് താൻ ക്ഷീണത്തോടെ അല്പം ഒന്ന് മയങ്ങുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഇങ്ങനെ യേശു കർത്താവ് പടകില് ഉറങ്ങുകയാണ്. ശിഷ്യന്മാരെ കൂടെ ഉള്ളവര് അവരിങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. വള്ളം ഇങ്ങനെ പടകിങ്ങനെ തുഴഞ്ഞ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി വലിയൊരു കാറ്റ് അവിടെ അടിച്ചു. അപ്പോൾ ഈ കാറ്റ് അടിച്ചതായ സന്ദർഭത്തിൽ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുവാൻ തക്കവണ്ണം ഇടയായി. വള്ളത്തിൽ അല്ലെങ്കിൽ പടകിൽ വെള്ളം കയറി മുങ്ങുമാറായതായ സന്ദർഭത്തിൽ അവർ നിവൃത്തിയില്ലാതെ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ ശിഷ്യന്മാർ ഉണർത്തുകയാണ്. തന്റെ ഉറക്കത്തിൽ നിന്ന് അവിടെ ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കർത്താവ് ഉണർന്നു നോക്കിയതായ സന്ദർഭത്തിൽ നല്ല ശക്തമായ കാറ്റ്, പടകിൽ വെള്ളം കയറിയിട്ടുണ്ട്, നശിച്ചു പോകുമെന്നുള്ളതായ ഒരു ചിന്ത കർത്താവിന്റെ മനസ്സിൽ തോന്നിയ കാരണം കർത്താവ് എന്ത് ചെയ്തു? കാറ്റിനെയും കർത്താവ് ശാസിച്ചു. അത് അമർന്നു, അത് അമർച്ചയുണ്ടായി, അത് നിൽക്കുവാൻ തക്കവണ്ണം നിന്നതായ സന്ദർഭം, അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കുറഞ്ഞതായ സന്ദർഭത്തിൽ അവർ ശിഷ്യന്മാര് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതായ ഒരു ചിന്ത, ഇവന്റെ വാക്കുകൾക്ക് പ്രകൃതി ശക്തികൾ നിശ്ചലമായി തീർന്നുവല്ലോ, അല്ലെങ്കിൽ ഇവന്റെ വാക്കുകൾ കാറ്റും ഈ കോളും ഒക്കെ അനുസരിച്ചല്ലോ, വിധേയമായല്ലോ എന്നുള്ളതായ തരത്തിൽ അവിടെ ശിഷ്യന്മാർ അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ സൃഷ്ടിതാവിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുന്നതായ സൃഷ്ടിജാലങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളതാണ് കടലും കാറ്റും കായലും, ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളതാണ്. അപ്പോൾ ശക്തമായ ഈ കാറ്റ്, മഴ, വെള്ളപ്പൊക്കം, വെള്ളത്തിന്റെ ഈ ഉലച്ചില്, ഇതെല്ലാം ആ ദൈവത്തിന്റെ വാക്കുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അവിടെ പ്രകൃതി ദൈവസൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടിതാവിന് വിധേയപ്പെടുന്നതായ ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ പകലിന് വാക്ക് കൊടുക്കുന്നത് പോലെ, രാത്രിക്ക് അറിവ് കൊടുക്കുന്നത് പോലെ ദൈവത്തിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുന്നതായ പ്രകൃതിയുടെ ശക്തികളെ നമുക്ക് അവിടെ തിരുവചനത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവത്തിന്റെ കരത്തിന് കീഴിൽ വാക്കിൽ, നോക്കിൽ, സ്പർശനത്തിൽ സകല ചരാചരങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മെ ആ ഒരു ചിന്തയിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള പുതിയ ആകാശം, പുതിയ ഭൂമി. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി, ആകാശം ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു. രണ്ടാമത്, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. മൂന്നാമത്, വായിക്കുവാനുള്ള ലേഖന പാഠഭാഗത്തിലെ 21-ാം അധ്യായം, വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഒരു ഭാഗമാണ് ചേർത്തിരിക്കുന്നത്. പുതിയ ആകാശം, പുതിയ ഭൂമി. ദൈവം തന്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു അനുഭവമാണ് പുതിയ ആകാശം, പുതിയ ഭൂമി. ദൈവത്തിന്റെ കൂടാരമായി ദൈവത്തോട് കൂടെ വസിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ, നാം ദൈവത്തോടുകൂടെ വസിക്കുവാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഒരു പർദീസയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അവിടെ ചൂഷണമില്ല, ദുഃഖമില്ല, ദാരിദ്ര്യമില്ല, മുറവിളിയില്ല, ഒരു അല്ലലും ഇല്ല എന്നുള്ളതായ, ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ലാത്ത ഒരു അനുഭവമാണ് പുതിയ ആകാശത്തിലൂടെ, പുതിയ ഭൂമിയിലൂടെ ദൈവം തന്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ഒരു പ്രകൃതിയുടെ അനുഭവത്തെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നത് പോലെ, ക്രിസ്തുവിലാകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയാണ് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമുള്ളതായ, അല്ലെങ്കിൽ ദൈവ സൃഷ്ടിയിലുള്ളതായ പർദീസയുടെ ജീവിതാനുഭവം എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. മലിനമാക്കപ്പെട്ട പ്രകൃതിക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും.
ആ ഒരു ശുദ്ധീകരണം, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നുള്ളതിലൂടെ, ദൈവത്തിലൂടെ അല്ലെങ്കിൽ ദൈവത്താൽ അത് നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 21 അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇതാ അവൻ സകലവും പുതുതാക്കുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ സകലവും പുതുതാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണതയുടെ പുതിയ ലോകം, ദൈവത്തിന്റെ വാസസ്ഥലം എന്നുള്ളതായ ഒരു ചിന്ത, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. സൃഷ്ടിതാവ് സൃഷ്ടികളെ അല്ലെങ്കിൽ സകലത്തെയും പുതുതാക്കുന്നവനാണ്, കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുത്തുന്നവനാണ് എന്നുള്ളത് നമ്മെ ആ ഒരു ചിന്തയിലൂടെ ഓർപ്പിക്കുന്നു. അതാണ് പുതിയ ആകാശം, പുതിയ ഭൂമി എന്നുള്ള ആ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. മൂന്നാമത്തെ ചിന്ത പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നുള്ളതായ ആ ഒരു ചിന്ത. അപ്പോൾ നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും മഹത്തരമായി, വിശേഷമായി, ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നൽകി ദൈവ മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുമ്പോൾ നാം അവന്റെ മഹത്വം പ്രസിദ്ധപ്പെടുത്തേണ്ടുന്നവരാണ്, അല്ലെങ്കിൽ നാം അവന്റെ മഹത്വത്തെ പ്രസ്താവിക്കേണ്ടുന്നവരാണ്. അങ്ങനെ നമുക്ക് ദൈവമഹത്വം നമുക്ക് പ്രസ്താവിക്കാം, പ്രസിദ്ധപ്പെടുത്താം, പ്രകൃതിയെ സംരക്ഷിക്കാം. അതിലൂടെ പുതിയ ആകാശം, പുതിയ ഭൂമിയുടെ അല്ലെങ്കിൽ ദൈവം നമുക്കായി, ദൈവമക്കൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന പറുദീസയുടെ ഒരു അനുഭവത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് അല്പസമയം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ചെലവിടുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി കർത്താവ് ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സൃഷ്ടി ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളത് അങ്ങ് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, സൃഷ്ടിജാലങ്ങളിലൂടെ സകലത്തെയും അങ്ങ് സൃഷ്ടിച്ച് അങ്ങയുടെ ദൈവമഹത്വം പ്രസ്താവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സൃഷ്ടിജാലങ്ങളെ ഭൂമിയിൽ അങ്ങ് ആക്കി വച്ചിരിക്കുന്നതായ സന്ദർഭം. കർത്താവെ, സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും മഹത്തരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ സമൂഹം അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ളത് അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അപ്രകാരം ഞങ്ങൾക്കും അങ്ങേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഇന്നും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേട്ട തിരുവചന ചിന്തകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രകൃതിയെ നശിപ്പിക്കുന്ന ആ ഒരു അനുഭവത്തിലൂടെ അല്ല, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആ ഒരു അനുഭവത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഞങ്ങളും ഈ ലോകത്തിൽ ജീവിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ കേട്ടതായ തിരുവചന ചിന്തകൾ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടവരുത്തണമേ. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങൾ എല്ലാവരെയും കാത്തു പരിപാലിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിൽ മേലും അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു വഴി നടത്തണം. വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടി ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. മാനവും മഹത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നാം എല്ലാ പ്രിയപ്പെട്ടവരോടും, സഭയോടും, കുടുംബങ്ങളോടും, ദേശത്തോടും, അടിയങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും, കേട്ട തിരുവചന ചിന്തകളോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.